ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് പുതിയൊരു അതിഥിയുണ്ട്, അനക. അത് നമസ്കാരം കൊടുക്കും. അപ്പൊ അനകക്ക് ഞങ്ങൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന അപ്പവും ബീഫും കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞങ്ങൾ ഇത്തിരി നേരത്തെ ആയിപ്പോയി. ഇപ്പൊ സമയം 5:44. തോന്നുന്ന 6 മണിക്കേ തുറക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് എവിടെ നിന്നാണ് അനക വരുന്നത്? എവിടെന്തൊക്കെയോ ആണ് നമ്മൾ വരുന്നത്. അതെ, ഞങ്ങളൊന്ന് ഡ്രൈവ്, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തു. എങ്ങനെയുണ്ട് എന്റെ ഫുഡിന്റെ? ഓ മൈ ഗോഡ്, ഷീസ് ലൈക്ക് കില്ലിംഗ് ഇറ്റ്. ഓ മൈ ഗോഡ്. ഒക്കെ കഴിഞ്ഞിട്ട് വരുവാണല്ലേ, അപ്പോഴാണ് നമുക്ക് വിശന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. എവിടെയൊക്കെ പോയെന്നാണെങ്കിൽ ആദ്യം മൂവിക്ക് പോയി. യെസ്, ഞങ്ങൾ ഇന്ന് സർവമായ അല്ലേ, അടിപൊളി മൂവി, മസ്റ്റ്. അല്ല, നല്ല രസമുണ്ട്, ഒരു ഫീൽ ഗുഡ് മൂവി. കുറച്ച് നാൾക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് മൂവി ഞങ്ങൾ കണ്ടു. അതെ, കുറച്ച് നാളായിട്ട് ദുരന്തങ്ങൾ മാത്രം കാണുന്നതുകൊണ്ട് ഞങ്ങൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റേഡിയത്തിൽ പോയി റൗണ്ട് അടിച്ചു. ദെൻ ക്യൂൻസിൽ പോയി. പിന്നെ വഴിതെറ്റി നമ്മൾ ചേസ് ചെയ്ത് പിന്നെ ഞങ്ങൾ ആക്ച്വലി ആലുവ മെട്രോ സ്റ്റേഷനിൽ അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കൊണ്ട് പോയതാ. അവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല, അവിടെ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഓൾറെഡി വന്നാണല്ലോ, ഞങ്ങൾ ടേസ്റ്റും ചെയ്തതാണ്. അപ്പൊ കുട്ടിക്ക് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നോ, വെയിറ്റ് ചെയ്യട്ടെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല, എന്നാലും അത് ചെയ്യാം. എന്നാലും ഞങ്ങൾ ദേഷ്യം. അവര് ഫുഡൊക്കെ അടിപൊളിയാണ്, പക്ഷെ എനിക്ക് സർവിങ്ങിന്റെ അതെനിക്ക് ഇഷ്ടപ്പെടാനില്ല. കസ്റ്റമർ സർവീസ് ആണ് എപ്പോഴും വേണ്ടത്. പക്ഷെ ഇവിടെ ആദ്യത്തെ വന്നെന്തോ പൊറോട്ട ഇല്ലെന്നല്ലോ, പൊറോട്ട ഇവിടെ ഇല്ലെന്നല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ശരിക്കും. എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഫുഡ് അടിപൊളിയാണ്. അതെ, എന്താണോ കിട്ടുന്നത് അത് കഴിച്ചിട്ട് പോവുക, അതാണെങ്കിൽ ഓക്കെ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഞങ്ങള് വലിയ കാര്യത്തിന് ബീഫ് കഴിക്കാനായിട്ട് ഓപ്പൺ ചെയ്തപ്പോ തന്നെ ഓടിപ്പോയി. പക്ഷെ അവിടെ അപ്പം മുട്ടക്കറിയും മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തളർന്നില്ല. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ബീഫ് കിട്ടുന്നത്. ഇന്ന് കഴിച്ചിട്ടേ പോണുള്ളൂ. 1/2 മണിക്കൂറല്ല, 1 മണിക്കൂറാണ്. ഇന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അതത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റിംഗിലാണ്. സമയം ഇപ്പം 5:56. 6:30 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. പക്ഷെ ഇത് കഴിച്ചിട്ടേ പോകത്തുള്ളൂ, അത് ഉറപ്പാ. എന്തായാലും ബീഫ് അടുപ്പത്തിട്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ എന്തായാലും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അതൊക്കെ ഉള്ളൂ. എവിടെയാണ് കുട്ടൻ? കുട്ടിക്ക് ഞങ്ങൾ ഇന്ന് അപ്പവും ഞാൻ ബീഫ് കഴിക്കില്ല, ഞാൻ മുട്ട കഴിക്കാം. നിനക്കറിയില്ലേ? ഓ മൈ ഗോഡ്, ആക്ച്വലി അനക്ക് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ഇനി മുട്ടക്കറി കഴിക്കാറുന്നല്ലേ? മുട്ടക്കറി കഴിക്കൂല. ഇവിടെ മുട്ടക്കറി കഴിക്കില്ല, അപ്പൊ കുഴപ്പമില്ല. ഞാൻ മുട്ടക്കറിന് മുട്ട കഴിക്കില്ല. പിന്നെ മുട്ടക്കറി കഴിച്ചിട്ട് കാര്യമില്ലല്ലോ, തക്കാളിക്കറി കഴിച്ചപ്പോലെ. ഓക്കെ, അപ്പൊ ഗൈസ് ഞങ്ങൾ എന്തായാലും ഇന്ന് ബീഫ് കഴിക്കും. കുട്ടനും മുട്ടക്കറിയും കഴിച്ചു തരും. സെറ്റ്, അത് മതി. ഇല്ല, അപ്പം നല്ലതാണ്. അപ്പൊ നല്ല കേട്ടോ, നല്ല ചൂടപ്പം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചായ നല്ലതാണ്. അന്ന് നമ്മള് ഷുഗർ കട്ടായോണ്ട് ഞാൻ കുടിക്കത്തില്ല. അതെ, ഇച്ചിരി ടാസ്ക് ആയിപ്പോയി അന്ന്. ഞാൻ സുരക്ഷിച്ച് കുടിച്ചായിരുന്നോ? ഇല്ല, ഷുഗർ കട്ടല്ലായിരുന്നു, അതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല. അപ്പൊ ചായ നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ 1/2 മണിക്കൂറത്തെ വെയിറ്റിംഗിന് ശേഷം വന്നിരിക്കുകയാണ്. നമ്മൾ ബീഫ് കിട്ടുമോ നോക്കട്ടെ. ഞങ്ങൾ 1/2 മണിക്കൂറിന് മേലെ വെയിറ്റ് ചെയ്തു ബീഫ് കിട്ടാൻ വേണ്ടി. ബീച്ചിലൊക്കെ അടിക്കുന്നുണ്ട്. ബീഫ് അവിടെ ഉള്ളൂ, അന്നേരം ഞങ്ങൾ നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ ബീഫ് കഴിച്ചിട്ട് വരാം. നല്ല ആവി പറക്കുന്ന ബീഫും അപ്പം. ഞാനാണല്ലോ ഇന്നത്തെ ഗസ്റ്റ്. അതെ, അനഘയാണ് ഇന്നത്തെ ഗസ്റ്റ്. പക്ഷെ ഗസ്റ്റിന് ഞങ്ങള് ബീഫ് കഴിക്കാൻ കൊണ്ടുവന്നിട്ട് ഗസ്റ്റ് ബീഫ് കഴിക്കൂല ഞങ്ങൾ അറിഞ്ഞില്ല ഗൈസ്. ഞാൻ പക്ഷെ ബീഫിന്റെ ചാറ് കഴിച്ചു. ചാറ് കഴിച്ചു. കഷ്ണം എന്താ കഴിച്ചപ്പാ? കഷ്ണം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഞങ്ങൾ അങ്ങനെ 1/2 മണിക്കൂറിന് മേലെ കാത്തിരുന്നിട്ട് ബീഫ് കഴിച്ചു. എങ്ങനെ ഉണ്ടായി? അപ്പൊ എങ്ങനെ ഉണ്ടായി? നന്നായിട്ടുണ്ട്. ബീഫും കൊള്ളാം, ലൈക് കറിയും കൊള്ളാം. ചാറാ സ്പൈസി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കേട്ടോ, ആക്ച്വലി അവിടുത്തെ ഒരു അങ്കിള് പാവാണ്. അതെ, ഇന്ന് ഞങ്ങൾക്ക് ഓ മൈ ഗോഡ്, ആ അങ്കിള് 17 Pro.
അത് നോട്ട് ചെയ്തെന്ന്. അതല്ല, ഇന്ന് ഭയങ്കര കസ്റ്റമർ സർവീസ്, എന്താണെന്ന് അറിയില്ല കേട്ടോ ശരിക്കും അല്ലേ. ഇന്ന് അവർ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തത്. എനിക്കൊന്ന് അന്ന് ആദ്യത്തിന്റെ പ്രശ്നമായിരുന്നു ചോദിച്ചാൽ ചിലപ്പോ അവരോട് ചോദിച്ചതിന്റെ എന്തെങ്കിലും ആയിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ഇന്ന് നമ്മളോട് നല്ല രീതിയിലാണ്, അത് നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് അറിയില്ല. രണ്ടാമത് തരാൻ വന്നപ്പോഴത്തേക്കും മറ്റേ കറി ഇല്ലെന്ന് കണ്ട് ബൈ നോക്കിപ്പോ. ഞങ്ങളുടെ കൂടെ വേറൊരു കുട്ടിയും കൂടി ജോയിൻ ചെയ്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബൈ പറഞ്ഞാണ്. അപ്പൊ എന്താ അവര് രണ്ടാമത് പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് പോയി ചാറൊക്കെ വന്ന് സീരിയസ്ലി. അത് നേരത്തെ അറിയില്ല, അന്ന് വന്നപ്പോ ഞങ്ങൾക്ക് അത്രയും ഇത് വല്ലാത്തോണ്ട് ഞങ്ങൾ അങ്ങനെ റിവ്യൂ പറഞ്ഞത്. പക്ഷെ ഇന്ന് അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നു, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ആ അങ്കിള് സ്വീറ്റ് ആയിരുന്നു. അതെ, നല്ലതായിരുന്നു. അവരെല്ലാവരും 2-3 പേരുണ്ട്, അവരെല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയേട്ടാ. അപ്പൊ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ. കിച്ചണിലായിരുന്നു. അതെ, ഞങ്ങളിത് കിച്ചൺ വരെ കയറി അല്ലേ, കിച്ചണിൽ വരെ കയറി. കാരണം ബീഫായില്ലല്ലോ, വിസിലടിക്കാൻ ശബ്ദമൊക്കെ കേട്ടായിരുന്നു. ആ അങ്കിളിന്റെ 17 കണ്ടിട്ട് ഞാൻ മോട്ടിവേറ്റ് ആയിട്ട് ചിലപ്പം സദർലാൻഡിലെ പണി നിർത്തി നല്ല ഫുഡായിരുന്നു ഗൈസ്. ഏതായാലും നിങ്ങളും ആരെങ്കിലും കൂനന്തയില് അല്ലെ, എടപ്പള്ളി കൂനന്തയിൽ മെട്രോ പില്ലർ നമ്പർ 364, 364ന്റെ ഓപ്പോസിറ്റ് ആണിത്. അപ്പൊ ഗൈസ്, അപ്പൊ ഓക്കെ ബൈ. ഇതാണ് ഇന്നത്തെ എത്ര ഉള്ളൂ. ഞങ്ങളുടെ കുട്ടീനെ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടുവന്നാണ്. ഓക്കെ ബൈ ഗൈസ്. അതെ, അപ്പൊ ഗോപിക ഡ്രൈവിംഗ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ബൈ, നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരെ ബൈ. ഒരു ബൈ പറയൂ ഗോപു.